നമസ്കാരം. 2025 ശേഷം പഠനം തിരഞ്ഞെടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ജോലി മേഖലയിലേക്ക് പോവുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ സാധ്യതകൾ നൽകുന്നതായിട്ടുള്ള ഫീൽഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് വളരെ ചുരുക്കി പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ട്രാൻസിഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സെക്ടറിൽ തന്നെ വലുതായിട്ടുള്ള ട്രാൻസ്ഫോർമേഷന് കാര്യമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള ടെക്നോളജികളുടെ വരവ്, റിന്യൂവബിൾ എനർജി, ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ആവിർഭാവം, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തും ലോകത്ത് ഉടനീളവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡെവലപ്ഡ് കൺട്രി മാത്രം സ്പെസിഫിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതിനപ്പുറത്തേക്ക് പല ടെക്നോളജീസും എല്ലായിടത്തേക്കും ആഗോള തരത്തിൽ തന്നെ നമുക്കൊരു ഷിഫ്റ്റ് ഉണ്ടാകുകയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ഷിഫ്റ്റിന്റെ ഒപ്പം പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സമയത്തുള്ള സെക്ടറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് തന്നെയാണ്. നമ്മളിപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിലും അതാണ് കേൾക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺ മുതൽ വെഹിക്കിൾസിൽ വരെ AI ടെക്നോളജി യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വരുന്ന സമയത്ത് AI റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്. അത് അതിന്റെ കാതലായിട്ടുള്ള കോറായിട്ടുള്ള ഒരു സെക്ടറും കൂടിയാണ്. അതുപോലെ തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്, വിവിധ സെറ്റിങ്ങുകളിൽ ഹ്യൂമനുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള സെക്ടറുകളിലൊക്കെ എങ്ങനെയാണ് ഓട്ടോമേഷൻ സാധ്യമാകുക, AI മാത്രമാണ് അതിനെ എഫിഷ്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ AI ഡെവലപ്പ് ആകുന്നതോറും റോബോട്ടിക്സ് പോലുള്ള സാങ്കേതിക വിദ്യകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഏതൊരു ടെക്നോളജിയും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ റീസെന്റ് ആയിട്ട് ചില ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മുടെ ഫോണിലൊക്കെ ഇരുന്നുകൊണ്ട് അറിയാതെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും രഹസ്യമായിട്ട് കേട്ടു, അതിനുവേണ്ടി വലിയ കമ്പനികൾക്ക് വേണ്ടിയൊക്കെ പിഴയിട്ടതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ AI എത്തിക്സ് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആ ഒരു ഭാഗത്ത് അതിന്റെ ലീഗൽ സൈഡിലേക്ക് അവിടെയും ഒരു തൊഴിൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഈവൻ ലോ പഠിച്ച ആളുകൾക്ക് വരെ ടെക്നോളജിയുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയായിട്ട് AI അത് വളരെ വലുതായിട്ട് വളർന്നിരിക്കുകയാണ്. വൈഡായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അത് നൽകുകയാണ്. ഈവൻ കമ്പ്യൂട്ടർ മാത്രം പഠിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, സയൻസിന്റെ ഫീൽഡിൽ വന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ചെറിയ ക്ലാസ് തൊട്ടേ പ്രോഗ്രാമിംഗ് പോലുള്ള കാര്യങ്ങളുമായിട്ട് സ്വയം എക്സ്പോസ് ചെയ്ത് പഠിച്ചു വരികയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലം നമ്മൾ ഭാവിയിലേക്ക് ഈ പറയുന്ന AI ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലം ഉപകാരപ്രദമായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ എത്തിക്സ് ആൻഡ് പോളിസി ക്രിയേഷനിൽ വരെ AI ജോലി സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തേത് മറ്റൊന്നുമല്ല, ഹെൽത്ത് കെയർ ആൻഡ് ബയോടെക്നോളജി എന്ന് പറയുന്ന രംഗം തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ അറിയാം, പാൻഡമിക് പലതൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് വന്നു, അതിനുശേഷം ഇപ്പം മറ്റു വൈറസുകളുടെ പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മനുഷ്യൻ കൂടുതൽ ഹെൽത്ത് കൺസേൺഡ് ആയിട്ട് വരികയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രോഗാവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്തും പുതിയ പുതിയ രോഗങ്ങൾ, പാൻഡമിക് മാത്രമല്ല അല്ലാത്ത രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസും മനുഷ്യർക്ക് ഇന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിന് പരിഹാരവുമായിട്ട് എല്ലാ കാലത്തും എല്ലാ സമയത്തും ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്കുള്ള ബയോടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗ്, ടെലിമെഡിസിൻ, അതുപോലെ തന്നെ റോബോട്ടിക്സ് എനേബിൾഡ് ആയിട്ടുള്ള സർജറി വരെയുള്ള കാര്യങ്ങൾ ഈ ഒരു മേഖലയിലെ സാധ്യതകൾക്ക് വഴി തുറന്നിടുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡിവൈസസും നമുക്ക് ഇനി ആവശ്യമായിട്ട് വരികയാണ്, അല്ലെങ്കിൽ അതൊക്കെ ഇനി രംഗത്തേക്ക് വരികയാണ്. അപ്പൊ ആ മേഖലകളിലൊക്കെ ഒരുപാട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഓപ്പൺ ആകും എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് റിന്യൂവബിൾ എനർജി സെക്ടർ തന്നെയാണ്. അവിടെ സോളാർ എനർജി വളരെ പ്രാധാന്യത്തോടു കൂടി ഇന്ന് ഉപയോഗിച്ച് വരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് EV വെഹിക്കിൾസ് പല രീതിയിൽ നമ്മൾ ചാർജ് ചെയ്യുന്നു. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോളാർ സിസ്റ്റം കൂടെ വരാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ആ മേഖലയിൽ സോളാർ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടാനുള്ള ഒരു സാധ്യതയും വിദൂരത്തല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വിൻഡ് എനർജി, ഗ്രീൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സെക്ടറുകളിലൊക്കെ സാധ്യതകൾ വളരെയധികമാണ്. എഞ്ചിനീയറിംഗ് സൈഡിലുള്ളവർക്ക് പോലും ഈ ഒരു മേഖലയിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കയറി വരാനായിട്ട് പറ്റുന്ന ഒരു മേഖലയാണ്. തീർച്ചയായിട്ടും കോമ്പറ്റീറ്റേഴ്സ് കുറവുള്ളതും യുണീക്ക് ആയിട്ടുള്ളതും ഒരുപാട് ജോലിക്കാരെ ആവശ്യമുള്ളതുമായിട്ടുള്ള സെക്ടറാണ് ഈ പറയുന്ന റിന്യൂവബിൾ എനർജി സെക്ടർ എന്ന് പറയുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു കാലമാണിന്ന്, ബ്ലോക്ക് ചെയിനിന്റെ ഒരു കാലമാണിന്ന്. ഡിജിറ്റൽ ആയിട്ടാണ് നമ്മളിപ്പോൾ പണമിടപാടുകൾ നടത്തുന്നത്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ്. ഈ മേഖലയിലേക്ക് സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതും 2025 ശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറക്കുന്നതുമായിട്ടുള്ള അടുത്തതായിട്ടുള്ള ഒരു സെക്ടറാണിത്. ഡാറ്റാ സയൻസ്, ബിഗ് ഡാറ്റ അനാലിസിസ്, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി തുടങ്ങി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈ മേഖലയിൽ കാണാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ടുള്ളത്, ഇന്ന് എല്ലാ പ്രോഡക്ട്സും ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സ് ആണ്.
DTC എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു മേഖലയിൽ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന സെക്ടറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI പവേർഡ് ആയിട്ടുള്ള ഡെലിവറി സിസ്റ്റം, വെയർഹൗസ് മാനേജ്മെന്റ് ഒക്കെ ഇവിടെ ആവശ്യമായിട്ട് വരികയാണ്. ഇങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ ചില വികസിത രാജ്യങ്ങളിലൊക്കെ ഡ്രോൺ ബേസ് ചെയ്തിട്ട് പോലും പ്രൊഡക്ട്സ് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകാനായിട്ട് പോവുകയാണ്. ആളുകൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ തെരഞ്ഞു പിടിച്ച് മേടിക്കുക എന്നുള്ളത് ചില മേഖലകളിൽ മാത്രമായിട്ട് മാറാനായിട്ട് പോവുകയാണ്. അതിനപ്പുറത്തേക്ക് എല്ലാ കാര്യങ്ങളും ഓൺലൈനിലൂടെയാണ് ഇന്ന് പുതിയ തലമുറ മേടിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് റിട്ടേണും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മേഖലയിലും ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് 2025 ശേഷം നമുക്ക് വെളിവാകുന്ന ഒരു കാര്യമാണ്. അടുത്തതായിട്ടുള്ളത് എഡ്യൂക്കേഷൻ ടെക്നോളജിയാണ്. അതായത് ഓൾറെഡി ഉള്ള സ്കില്ലുകളെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനും സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്, അതുപോലെ തന്നെ പുതിയ സ്കില്ലുകൾ ആഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ ഒരു സെക്ടറിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവിടേക്കും കടന്നു കയറിയിട്ടുണ്ട്. അപ്പൊ AI സഹായത്തോടു കൂടി എങ്ങനെയാണ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുക, ഈ മേഖലയിൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് തൊട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റികളും അതുപോലെ തന്നെ ജോലി സാധ്യതയും ഉള്ള ഒരു സെക്ടറായിട്ട് വേണം നമ്മൾ ഈ എഡ്യൂക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഈ മേഖല കാണാനായിട്ട്. ഇന്ന് എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളിലേക്കും അല്ലെങ്കിൽ 1-to-1 ക്ലാസ്സുകളിലേക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ്ങുകളിലേക്കും ഒക്കെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള അധ്യാപകർക്ക് എങ്ങനെയാണ് ലേണിംഗ് കേവലം ഒരു വീഡിയോ കോൺഫറൻസ് എന്നുള്ളതിനപ്പുറത്തേക്ക് എഫക്റ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒരുപാട് ഗ്യാപ്പുകളും കൂടെ ഉള്ള ഒരു മേഖലയാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ് ഈസ് അബൌട്ട് മനുഷ്യനുള്ളിടത്തോളം കാലം അവന് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സംഗതി ആവശ്യമാണ്. എന്റർടൈൻമെന്റ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്ന സമയത്ത് അവിടെ ആങ്കറിങ് തൊട്ട് ക്രിയേഷൻ, കണ്ടന്റ് ക്രിയേഷൻ വരെയുള്ള മേഖലകളിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വീഡിയോ എഡിറ്റിംഗ്, ആനിമേഷൻ, AI പവേർഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി ഒരുപാട് ടെക്സ്റ്റ് ബേസിലുള്ളതും വീഡിയോ ബേസിലുള്ളതും ഇമേജ് ബേസിലുള്ളതും അതർ ഫോർമാറ്റുകളിലുള്ളതുമായിട്ടുള്ള കണ്ടന്റുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ മേഖലയിലുള്ള പ്രാവീണ്യം, ഒരു ആർട്ടിസ്റ്റിക് സെൻസ്, അതുപോലെ തന്നെ ആളുകളെ എന്റർടൈൻ ചെയ്യാനായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ വിനിയോഗിക്കണമെന്നൊക്കെ അറിയാവുന്ന ആൾക്കാർക്കും താല്പര്യമുള്ളവർക്കും പറ്റിയൊരു മേഖല തന്നെയാണിത്. കല ഒരിക്കലും മരിക്കുന്നില്ല, കാരണം അത് ഏത് സമയത്തും ജനങ്ങൾക്ക് അതിന്റെ ഒരു എന്റർടൈൻമെന്റ്, വിനോദത്തിന് വേണ്ടി അത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഇന്ന് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ചെറിയ ഡിവൈസുകളിലേക്ക് മാറിയിരിക്കുകയാണ്. ആളുകൾ പണ്ട് തിയേറ്ററിൽ പോയി സിനിമ കണ്ടെങ്കിൽ ഇന്ന് വീട്ടിനുള്ളിൽ തിയേറ്റർ സെറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. ആളുകൾ പണ്ട് വലിയ TV-യിൽ സിനിമ കണ്ടെങ്കിൽ ഇന്നത് മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ പ്രൊജക്ടറിലും ഒക്കെ ആയിട്ട് വീട്ടിലിരുന്നൊക്കെ കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഇന്ന് OTT പ്ലാറ്റ്ഫോമുകളൊക്കെ വന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. ഈ സെക്ടറുകളിലൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തൊട്ട് ഈ പറയുന്ന കണ്ടന്റ് ക്രിയേഷൻ വരെയുള്ള എല്ലാ മേഖലകളിലും, ഡബ്ബിംഗ് തൊട്ട് ആർട്ട് വർക്ക് വരെ എല്ലാ സെക്ടറുകളിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും മീഡിയ സ്റ്റുഡൻസിന് ഈ ഒരു മേഖല തുറന്നു തരുന്നുണ്ട്. പക്ഷെ നമുക്കത് കണ്ടെത്താനുള്ള കണ്ണുണ്ടായിരിക്കണം, വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് അഗ്രികൾച്ചറൽ ടെക്നോളജിയാണ്. ഇന്ന് കൃഷിയുടെ മേഖലയിലേക്ക് വരുന്ന സമയത്ത് മാൻ പവർ കുറഞ്ഞു വരികയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ പല കർഷകരും കൃഷി ഉപേക്ഷിച്ചു. പരമ്പരാഗതമായിട്ടുള്ള കൃഷി ഉപേക്ഷിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള ജോലി ചെയ്യാനുള്ള ആൾക്കാരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ആ ഒരു സ്ഥാനത്തേക്ക് മനുഷ്യന് പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള റോബോട്ടിക്സും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള മെഷീൻസും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കുറഞ്ഞ മാൻ പവറിൽ കൂടുതൽ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കൂടുതൽ പ്രൊഡക്ഷൻ നൽകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇന്ന് കർഷകർ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ മുതൽ അതിന്റെ കൺട്രോളിംഗ് തൊട്ട് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാസവള പ്രയോഗങ്ങൾ മുതൽ എല്ലാ മേഖലകളിലും, ഈവൻ ഒരു ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സീഡ് രംഗത്ത് വരെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് റിസർച്ചിലും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ജോലി മേഖലകളും ഒക്കെ തുറന്നിടുകയാണ് ഈ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള ഹൈലി അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കൃഷിയാണ് നമുക്കിനി ആവശ്യമായിട്ടുള്ളത്. പ്രിസിഷൻ ഫാമിംഗ്, വെർട്ടിക്കൽ ഫാമിംഗ്, സ്മാർട്ട് ആയിട്ടുള്ള ഗ്രീൻ ഹൗസസ്, ഇതൊക്കെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് കൃഷിക്ക് ആവശ്യകതയായിട്ട് മാറുകയാണ്. അടുത്തതായിട്ടുള്ളത് സ്പേസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ടെക്നോളജിയാണ്. എലോൺ മസ്കിനെ പോലുള്ള വ്യക്തികൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ മേഖലയിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ നിന്നാണ് കോൺട്രിബ്യൂഷൻ കണ്ടതെങ്കിൽ ഇനി അങ്ങോട്ട് പ്രൈവറ്റ് പ്ലേയേഴ്സും കൂടി ഈ ഒരു മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ റിസർച്ച് നടത്താനും കൂടുതൽ എക്സ്പെരിമെന്റ്സ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള താല്പര്യം, അഭിനിവേശം ആ മേഖലയോട് ഉണ്ടാകണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു സെക്ടറാണ്. ഭാവിയിൽ അത് ഓപ്പർച്യൂണിറ്റീസ് നൽകാൻ സാധ്യത വളരെ അധികമാണ്. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്, ഡെഫി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, DEFI.
എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ബ്ലോക്ക് ചെയിൻ എനേബിൾഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി പോലുള്ള വിനിമയ സംഗതികൾ നമുക്ക് ഇന്ന് ലഭ്യമാണ് എന്നുള്ളതാണ്. ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ കൺവെൻഷണൽ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയിലേക്ക് വരുന്ന സമയത്ത് അവിടെയും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനോട് കൂടി കണക്ട് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പേഴ്സണലൈസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഇന്ന് നമ്മൾ ബിസിനസ് സെക്ടറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു വ്യക്തിക്ക് എന്ത് വേണം എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമ്മുടെ AI എനേബിൾഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന് മനസ്സിലാകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഒരു കണ്ടന്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്തോ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളൊക്കെ വന്നു തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ മാസീവായിട്ട് ഒരുപാട് ആളുകളിലേക്ക് ഒരു പ്രൊഡക്റ്റിന്റെ പരസ്യം കൊടുക്കുന്നതിന് പകരം സ്പെസിഫിക് ആയിട്ട് ആർക്കാണോ അത് മേടിക്കാൻ സാധ്യത കൂടുതലുള്ളത് അവരിലേക്ക് മാത്രം പരസ്യം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വളർന്നിരിക്കുന്നു. ഈ മേഖലയിലും തീർച്ചയായിട്ടും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ മേഖലകളിൽ ഒരുപാട് ഉപമേഖലകളും ഉണ്ട്. 2025 ശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നതായിട്ടുള്ള സെക്ടറുകൾ വളരെ ചുരുക്കിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാവുന്നതാണ്. തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്കാരം.